നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശീലിന്റെ പ്രണയകഥ പൂർത്തിയായി. അത് വിവാഹം വേണ്ടെന്ന എന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചു. ഇന്ന് സ്വപ്നിലിന്റെ സമാനതകളില്ലാത്ത പ്രണയപ്രകടനത്തിന്റെ അവസാന കാഴ്ചയും രാശീലിന്റെ കൈപ്പേറിയ ഭൂതകാലത്തിന്റെ നിഴലും ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ എന്റെ ഉപബോധമനസ്സിൽ ഉയർന്ന ഒരു നിർണായക ചോദ്യവും നിങ്ങൾ കേൾക്കും. അതിന് മറുപടി നൽകിയത് സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവാണ്. സ്കെച്ച്, തമാശകൾ, പ്രണയത്തിന്റെ ഒളിച്ചുകളി. അവസാന കൂടിക്കാഴ്ച. പരിഷ്ണിയെ മടിയിൽ വെച്ച് ഇരിക്കണമെന്ന സ്വപ്നിലിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി. അവൻ അമ്മയുടെയും മകളുടെയും മനോഹരമായ ഒരു സ്കെച്ച് വരച്ചു. രാശീലിന്റെ കുസൃതി. ഈ സ്കെച്ച് കണ്ടാൽ ആരും പരിഷ്ണി വാണിയുടെ മകളാണെന്ന് കരുതുമെന്ന് രാശീൽ തമാശയായി പറഞ്ഞു. ഇതിന് സ്വപ്നിൽ ഇങ്ങനെ മറുപടി നൽകി: നമ്മുടെ സർഫിംഗും സ്കൈ ഡൈവിംഗും കണ്ട് ആരെങ്കിലും നമ്മൾ ദമ്പതികളാണെന്ന് കരുതിയാൽ അത് സത്യമാകില്ലല്ലോ. നേരായ സംസാരം. നിങ്ങൾ ശരിക്കും ദമ്പതികളാകാമെന്ന് രാശീൽ സ്വപ്നിലിനെ കളിയാക്കി. എന്നാൽ സ്വപ്നിൽ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അത് എന്നെ വീണ്ടും സങ്കടത്തിലാക്കി. എന്റെ തിരിച്ചറിവ്. സ്വപ്നിൽ എന്നോട് ഒളിച്ചുകളി നടത്തുകയാണെന്ന് എനിക്ക് തോന്നി. അവൻ തന്റെ പ്രവൃത്തികളിലൂടെ പ്രണയം കാണിക്കുന്നു, പക്ഷേ വാക്കുകളിൽ ഒരിക്കലും പറയുന്നില്ല. കളി ഏതായാലും നന്നായി കളിച്ച് ആസ്വദിക്കുക എന്നതാണ് കളിയുടെ ലക്ഷ്യം. രാശീലിന്റെ പരിഹരിക്കപ്പെടാത്ത ഭൂതകാലം. പഴയ മുറിവ്. രാശീൽ ഒരു ഗൗരവമേറിയ രഹസ്യം വെളിപ്പെടുത്തി. ജേഡാൽ വഞ്ചിക്കപ്പെട്ട വേദന ഇന്നും അവളെ വേട്ടയാടുന്നു. ആ ഇരുണ്ട നിഴൽ ഇപ്പോഴും അവളുടെ സമാധാനപൂർണമായ ജീവിതത്തിൽ പതിക്കുന്നു. നപുംസകത്വമെന്ന മിഥ്യാധാരണ. പരാതി അന്വേഷണം നടത്തി. ജേഡ് ഒരു പോലീസ് റിപ്പോർട്ടും നൽകിയിട്ടില്ലെന്നും വിവാഹം കഴിഞ്ഞ് 3 കുട്ടികളുടെ പിതാവായെന്നും കണ്ടെത്തി. ജേഡിനെ നപുംസകനാക്കി എന്ന തന്റെ മിഥ്യാധാരണ രാശീലിന് അംഗീകരിക്കേണ്ടി വന്നു. അവസാന യാത്രയെപ്പം സ്വപ്നത്തിലെ നീതിയും. അവസാന കൃതജ്ഞത. എയർപോർട്ടിൽ വെച്ച് ഞാൻ സ്വപ്നിലിനോട് നന്ദി പറഞ്ഞു. എന്റെ ഈ അമേരിക്കൻ യാത്ര ഒരു ദേവലോക സന്ദർശനത്തേക്കാൾ കുറഞ്ഞ ഒന്നല്ല. ഈ ദേവലോകത്തെയും നിങ്ങളെയും ഞാൻ ഒരിക്കലും മറക്കില്ല. വികാരങ്ങളുടെ നിയന്ത്രണം. സ്വപ്നിൽ പുഞ്ചിരിയോടെ യാത്രയയപ്പ് നൽകി, പക്ഷേ തന്റെ വികാരങ്ങൾ ഒളിപ്പിച്ചു. അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ വികാരങ്ങളെ നിയന്ത്രിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. വിമാനത്തിലെ ആത്മപരിശോധന. ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ തോറ്റവളെപ്പോലെ ഇരിക്കുകയായിരുന്നു. നമുക്കിടയിൽ എന്തോ ഒന്ന് പറയാതെ ബാക്കിയാകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. നീതിയുടെ സ്വപ്നം. അപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു. എന്റെ ഉപബോധമനസ്സിൽ ഒരു രംഗം തെളിഞ്ഞു. വിക്രമാദിത്യ മഹാരാജാവിന്റെ മുന്നിൽ സ്വപ്നിലും ഞാനും നിൽക്കുന്നു. ഞാൻ പരാതിപ്പെട്ടു, സ്വപ്നിൽ എന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ആ കാര്യം വാക്കുകളിൽ പറയാതെ അവൻ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ഞാൻ എന്റെ പ്രണയം സമ്മതിച്ചപ്പോൾ മഹാരാജാവ് ചോദിച്ചു, പിന്നെന്തേ നിന്റെ പ്രണയം നീ തന്നെ സ്വപ്നിലിനോട് പറഞ്ഞു പ്രകടിപ്പിക്കാതിരുന്നത്? സ്വപ്നിൽ എന്നെ അനുകൂലിച്ചു. ഇവൾ ഇന്ത്യൻ മൂല്യങ്ങളിൽ വളർന്ന പെൺകുട്ടിയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ സ്വന്തം നിലയ്ക്ക് പ്രണയം പ്രകടിപ്പിക്കാൻ ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമായും സങ്കോചമുണ്ടാകും. ഇത് കേട്ടപ്പോൾ സിംഹാസനത്തിലെ 32 പാവകളും ചിരിക്കാൻ തുടങ്ങി. മഹാരാജാവിന്റെ അവസാന ചോദ്യം. മഹാരാജാവ് എന്നോട് ചോദിച്ചു, വാണി, സ്വപ്നിൽ നിന്നെ പിന്തുണയ്ക്കുന്ന രീതി അവന്റെ നിസ്വാർത്ഥ പ്രണയത്തെ കാണിക്കുന്നു. അവൻ നിന്നോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെന്ന് നീ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? വിക്രമാദിത്യ മഹാരാജാവിന്റെ ഈ നിർണായക ചോദ്യത്തിന് മറുപടി എന്തായിരിക്കും? മൗന പ്രണയം വാക്കുകളേക്കാൾ അമൂല്യമാണോ? അറിയാൻ തുടർന്നും കേൾക്കുക പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 58. പ്രണയത്തിന്റെ ഒളിച്ചുകളി. കൈപ്പേറിയ ഭൂതകാല നിഴലും സ്വപ്നത്തിലെ വിക്രമാദിത്യ മഹാരാജാവും. എന്തുകൊണ്ട് പാടില്ല? ഇതിലൂടെ നിനക്ക് ചിത്രരചന പരിശീലിക്കാൻ സാധിക്കും. തീർച്ചയായും നീ വരയ്ക്കൂ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതിലൂടെ സ്വപ്നിൽ എന്റെ കണ്ണിലുണ്ടാകുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ സ്വപ്നിൽ പുറത്തുപോയി ഉടൻ തന്നെ സ്റ്റാൻഡ്, ഡ്രോയിംഗ് ബോർഡ് തുടങ്ങിയ സാധനങ്ങളുമായി മുറിയിലേക്ക് തിരിച്ചുവന്നു. അവൻ നേരത്തെ തന്നെ ഈ സാധനങ്ങൾ എന്റെ മുറിക്ക് പുറത്ത് തയ്യാറാക്കി വെച്ചിരുന്നെന്ന് മനസ്സിലായി. പരുഷ്ണിയെ മടിയിൽ വെച്ച് നോക്കിക്കൊണ്ട് ഇരിക്കൂ. സ്കെച്ചിനായി തയ്യാറെടുക്കുന്ന സ്വപ്നിലിന്റെ നിർദ്ദേശം ഞാൻ പാലിച്ചു. സ്കെച്ച് വരക്കുമ്പോൾ സ്വപ്നിൽ പലതവണ പരിഷ്ണിയെയും എന്നെയും നോക്കി തന്റെ ജോലിയിൽ മുഴുകി. പരിഷ്ണി ഉറങ്ങിപ്പോയെങ്കിലും ഞാൻ അവളെ മടിയിൽ വെച്ച് തന്നെ ഇരുന്നു. നിനക്ക് പരുഷ്ണിയെ തൊട്ടിലിൽ കിടത്താം. സ്കെച്ച് പൂർത്തിയായി എന്ന് സ്വപ്നിൽ പറഞ്ഞപ്പോൾ ഞാൻ അവളെ കിടത്തി. അപ്പോഴാണ് രാശീൽ എന്റെ മുറിയിലേക്ക് വന്നത്. രാശീലും ഞാനും സ്വപ്നിൽ വരച്ച സ്കെച്ച് കണ്ടു. അത് കാണുമ്പോൾ ഒരു അമ്മ തന്റെ കുഞ്ഞിന്റെ മുഖം നോക്കി ഉറക്കുന്നതുപോലെ മനോഹരമായിരുന്നു. സ്വപ്നിൽ, നീ ഇതുവരെ എന്നെ വരച്ചിട്ടില്ല. ഈ സ്കെച്ച് കണ്ടാൽ ആരും പരിഷ്ണി വാണിയുടെ മകളാണെന്ന് കരുതും എന്ന് സ്വരചിഹ്നം ആശയിൽ പരാതിപ്പെടുന്നതുപോലെ പറഞ്ഞു. ചേച്ചി, ആരെങ്കിലും എന്തെങ്കിലും കരുതുന്നത് സത്യമാകണമെന്നില്ല. ഞാൻ വാണിക്കൊപ്പം സർഫിംഗ് നടത്തിയപ്പോൾ കണ്ടവർ ഞങ്ങളെ ദമ്പതികളാണെന്ന് കരുതിയിട്ടുണ്ടാകാം, പക്ഷെ അത് സത്യമല്ലല്ലോ എന്ന് സ്വപ്നിൽ പറഞ്ഞു.
രാശിയിൽ കൃത്യമായി ഈ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്ന് തോന്നി. നിങ്ങൾക്ക് ശരിക്കും ദമ്പതികളാകാം, വാണി പരിഷ്ണിയെപ്പോലെ ഒരു കുഞ്ഞിന്റെ അമ്മയാകാം. ഇതെന്തേ നിങ്ങൾ മറന്നുപോകുന്നു എന്ന് രാശിയിൽ കുസൃതിയോടെ പറഞ്ഞു. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്വപ്നിൽ മുഖം തിരിച്ച് തന്റെ സാധനങ്ങൾ എടുത്ത് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അത് എന്നെ വീണ്ടും സങ്കടപ്പെടുത്തി. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒളിച്ചുകളി നടത്തുന്നത്? പ്രണയം എന്തേ വാക്കുകളിൽ പറയുന്നില്ല? സ്വപ്നിൽ പറയുന്നില്ലെങ്കിൽ നീ തന്നെ പറയൂ. അവൻ നിന്നെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് രാശിയിൽ എന്നോട് ചോദിച്ചു. രാശിയിൽ, വാണി അവനെ സ്നേഹിക്കുന്നുവെന്ന് നീ തന്നെ സ്വപ്നിലിനോട് പറയൂ എന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ എനിക്ക് പറയാനായില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ കളിക്കൂ ഒളിച്ചുകളി. ഇതിലും ഒരാനന്ദമുണ്ട് എന്ന് ഞാൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് രാശിയിൽ പറഞ്ഞു. സത്യത്തിൽ സ്വപ്നിൽ എന്നോട് ഒളിച്ചുകളി നടത്തുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ കണ്ണ് അടച്ച് എന്നെ പിടിക്കുന്നു, കണ്ണ് തുറക്കുമ്പോൾ അകന്നുപോകുന്നു. തന്റെ പ്രവൃത്തികളിലൂടെ അവൻ പ്രണയം കാണിക്കുന്നു, പക്ഷെ വാക്കുകളിൽ പറയുന്നില്ല. സാരമില്ല, അവൻ ഇത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെ. കളി ഏതായാലും നന്നായി ആടി ആസ്വദിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് ഞാനും എന്നെ തന്നെ സമാധാനിപ്പിച്ചു. അപ്പോഴാണ് ഉറങ്ങിക്കിടന്ന പാഷണി കരഞ്ഞുകൊണ്ടെഴുന്നേറ്റത്. രാശിയിൽ അവളെ എടുത്ത് പാലൂട്ടാൻ തുടങ്ങി. കുറച്ചുനേരം ഞങ്ങളുടെ ഇടയിൽ നിശബ്ദത നിലനിന്നു. അറിയാമോ വാണി, ഒരാൾ നമ്മളെ വഞ്ചിക്കുന്നത് ഒരു വശമാണെങ്കിൽ ആ വഞ്ചനയുടെ വേദന ജീവിതകാലം മുഴുവൻ പിന്തുടരുന്നത് മറ്റൊരു വശമാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ പ്രണയത്തിന്റെ കാര്യത്തിൽ വളരെയധികം ചിന്തിച്ച് അടിയുവെക്കണം എന്ന് രാശിയിൽ മെല്ലെ പറഞ്ഞു. എന്താണ് നീ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ ചോദിച്ചു. ജെയ്ഡ് എന്നെ വഞ്ചിച്ചു, എന്നെ ചൂഷണം ചെയ്തു. കുറ്റം ചെയ്യാതെ തന്നെ ശിക്ഷ അനുഭവിച്ചു. അത് അന്നത്തെ വേദന. പക്ഷേ ആ ഓർമ്മ ഇപ്പോഴും എന്റെ സമാധാനമായ ജീവിതത്തിൽ ഇടയ്ക്ക് വന്ന് എന്നെ വേദനിപ്പിക്കാറുണ്ട് എന്ന് രാശിയിൽ വിശദീകരിച്ചു. ഇപ്പോൾ നീ അമേരിക്കയിലാണ്, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇനിയും ആ ഓർമ്മ വിട്ടൊഴിയുന്നത് നിനക്ക് കഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചു. അതെ വാണി, അത് കഷ്ടമാണ്. പരാഗ് എന്റെ സങ്കടം മനസ്സിലാക്കി അന്വേഷണം നടത്തിച്ചപ്പോൾ എന്റെ പേരിൽ പോലീസ് കേസില്ലെന്ന് മനസ്സിലായി. എന്നിട്ടും ആ നിഴൽ എന്നെ വിടുന്നില്ല എന്ന് രാശിയിൽ പറഞ്ഞു. ആ അന്വേഷണത്തിൽ എന്താണ് അറിഞ്ഞത് എന്ന് ഞാൻ കുതൂഹലത്തോടെ ചോദിച്ചു. ജെയ്ഡ് പോലീസ് റിപ്പോർട്ട് നൽകിയില്ല. അതുകൊണ്ടാണ് പോലീസുകാർ എന്റെ അടുത്തേക്ക് വരാതിരുന്നത്. കൂടാതെ അവൻ വിവാഹം കഴിഞ്ഞ 3 കുട്ടികളുടെ അച്ഛനായി എന്ന് സ്വരചിഹ്നം ആശയിൽ പറഞ്ഞു. ഞാൻ ആശ്ചര്യപ്പെട്ടു. നീ അവനെ നപുംസകനാക്കിയെന്നു കരുതിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് തന്റെ ഭ്രമമാണെന്ന് പരാഗ് പറഞ്ഞതായി രാശിയിൽ പറഞ്ഞു. 2 ദിവസത്തിനു ശേഷം ഞാൻ സ്വപ്നിലിനൊപ്പം എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അവൻ നൈവ് വിടവാങ്ങൽ പറഞ്ഞു. എനിക്ക് അവനെ കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ടായിരുന്നു, പക്ഷേ വികാരങ്ങളെ ഒളിപ്പിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. രംഗമാറ്റം. വിമാനത്തിൽ ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. എനിക്ക് സ്വപ്നിലിനോട് പ്രണയം തോന്നിയിരിക്കുന്നു. എന്തിനാണ് ഞങ്ങൾ ആ കാര്യം പരസ്പരം തുറന്നു പറയാതിരുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. എന്റെ സ്വപ്നത്തിൽ വിക്രമാദിത്യ മഹാരാജാവിനെ കണ്ടു. സ്വപ്നിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും വാക്കുകളിൽ പറയുന്നില്ലെന്ന് ഞാൻ മഹാരാജാവിനോട് പരാതിപ്പെട്ടു. വാണി, സ്വപ്നിൽ നിന്നെ പിന്തുണയ്ക്കുന്ന രീതി അവന്റെ നിസ്വാർത്ഥ പ്രണയത്തെയാണ് കാണിക്കുന്നത്. അവൻ നിനക്ക് മാത്രമായി അത് പറയണമെന്ന് നീ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മഹാരാജാവ് ചോദിച്ചു. ജെമിനായിയുടെ അവലോകനം, സർഗാത്മക മാർഗനിർദ്ദേശങ്ങൾ, അവതരണ നിർദ്ദേശങ്ങൾ. എപ്പിസോഡ് 58 അവസാനിച്ചു.